അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്രാമർ റിലേറ്റഡായ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റോസ്മറ. റോസ്മറ എന്ന് പറഞ്ഞാൽ സ്ലാങ് ഫ്രൈസ്, നമ്മുടെ നാടൻ ശൈലികൾ എന്നൊക്കെ പറയില്ലേ. റോസ്മറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം ഡെയിലി എന്നൊക്കെയാണ്. നിത്യേനയുള്ള, ദൈനംദിനമുള്ള അല്ലെങ്കിൽ ദിനം പ്രതിയുള്ള എന്നൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ വാക്കർത്ഥം റോസ്മറ. അപ്പോൾ റോസ്മറ ഡെയിലി യൂസേജ് എന്ന് പറയാം. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കാണ് റോസ്മറ സ്ലാങ് ഫ്രൈസ് എന്ന് പറയുക. ജുംല പടേ, ഈ താഴെ തന്നിരിക്കുന്ന ഈ ജുംല ഒന്ന് വായിക്കൂ. അല്ലാ കസം, അള്ളാഹുവാണ് സത്യം, സത് കഹാ രഹീഹും, ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു വാക്കാണ് അല്ലാ കസം, അള്ളാഹുവാണ് സത്യം. മലയാളത്തിൽ ഞാൻ പറയില്ല അള്ളാഹുവാണ് സത്യം എന്ന് പറയില്ലേ. ഇനി അടുത്തത്, ഉന്നോനെ തോ ജൂട്ടെ മുഹബി മുജെ രഖ്നെ കെ ലിയെ നഹിം കഹാ. ഉൻഹോനെ തോ അവർ ജൂട്ടെ മുഹാണ് ഇവിടുത്തെ റോസ്മറ. ജൂട്ടെ മുഹ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം, കപടത എന്നൊക്കെയാണ് അർത്ഥം. ജൂട്ടെ മുഹ് ബി മുജെ, കള്ളത്തരം, മുജെ എന്നോട്, രഖ്നെ കെ ലിയെ കള്ളത്തരം കാണിക്കാൻ, നഹിം കാ അവർ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സ്ലാങ് ഫ്രൈസ് അല്ലെങ്കിൽ റോസ്മറ എന്ന് പറയുന്നത് ജൂട്ടെ മുഹ്, കള്ളത്തരം, ആ അർത്ഥത്തിലുള്ള അതാണ്. ഓ ദിൻ ഗയെ, അങ്ങനെയുള്ള ഓ ദിൻ ഗയെ, ആ ദിവസങ്ങൾ കടന്നു പോയി. എങ്ങനെയുള്ള ദിവസങ്ങളാണ്? തും ജമീൻ പർ, നിങ്ങൾ ഭൂമിക്ക് മുകളിൽ, പാവോ നെ ദർത്തേത്തെ, നിങ്ങൾ ഭൂമിക്ക് മുകളിൽ കാലുകൾ വച്ചിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രതാപത്തെ സൂചിപ്പിക്കുന്ന, ഇസ്സത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി യൂസേജ് ആണത്. അതായത് റോസ്മറയാണ്. ഓ ദിൻ ഗയെ, ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. എങ്ങനെയുള്ള ദിവസങ്ങളാണ്? തും ജമീൻ പർ, നിങ്ങൾ ഭൂമിക്ക് മുകളിൽ, പാവോ ന ദർ തേത്തെ, ഭൂമിക്ക് മുകളിൽ കാല് പോലും വെച്ചിരുന്നില്ല. ഭൂമിക്ക് മുകളിൽ നിങ്ങൾ കാല് പോലും വെക്കാത്ത നല്ല പ്രതാപത്തിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇതൊരു പ്രതാപത്തെയും ഇസ്സത്തിനെയും ഒക്കെ സൂചിപ്പിക്കാനുള്ള ഒരു റോസ്മറയാണ്. ഇനി അടിയത്തെ ബോൾഡ് ചെയ്ത ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഹത്ത് ഹഷീദ അൽഫാദ്, അടിവരയിട്ട ലഫ്ദുകൾ, ഐസെ ഫിക്രയ, ഇങ്ങനെയുള്ള ഫിക്രയാകുന്നു. ജിനേം, അവകളെ, റോസാനക്കി ബാത് ചീത്തുമേം, നിത്യേനയുള്ള സംസാരത്തിൽ, ഖാസ് മൗക്കിയോം പർ, പ്രത്യേക അവസരങ്ങളിൽ, ഓർ ഖാസ് മാനോ കെ സാത്ത്, പ്രത്യേകമായ അർത്ഥങ്ങളുടെ കൂടെ, ഇസ്തിമാൽ കിയാ ജാതാ ഹെ, ഉപയോഗിക്കുന്നു. ഐസ ഫിക്രോക്കോ, ഇങ്ങനെയുള്ള ഫിക്രകളെ, റോസ്മറ കഹത്ത ഹെ, ഇങ്ങനെയുള്ള ഫിക്രകൾക്കാണ് റോസ്മറ എന്ന് പറയുക. അടുത്ത ഒരു ഭാഷാ പ്രയോഗം മുഹാവറ, ഇഡിയംസ്. ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇഡിയംസ്. അത് വായിക്കുന്നത് ശ്രദ്ധിക്കുക. മുഹാവറ എന്ന് പറഞ്ഞാൽ ഭാഷാ പ്രയോഗം. ഇംഗ്ലീഷിൽ അതിന് ഇഡിയംസ് എന്നാണ് പറയുക, അല്ലെ. ഒരു വാക്കും വേറൊരു വാക്കും ചേർത്തുകാണ്ട് മറ്റൊരു അർത്ഥം രൂപപ്പെടുന്നതിനാണ് മുഹാവറ, ഭാഷാ പ്രയോഗം എന്ന് പറയുക. ഒരു വാക്കിന് ഒരർത്ഥവും മറ്റൊരു വാക്കിന് വേറൊരു അർത്ഥവും ആയിരിക്കും. ഇത് കൂടി ചേർന്ന് മറ്റൊരർത്ഥം ഉണ്ടാവും. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഉൻ ജുംലകോ പടേ, ഈ ജുംലകളിൽ നിന്ന് വായിക്കൂ. വഖ്തു ദിൻ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം, നാനീസ മിൽക്കർ, നമ്മുടെ നാനി എന്ന് പറഞ്ഞാൽ വല്ലുമ്മ, നാനീസ മിൽക്കർ, വല്ലുമ്മയെ കണ്ടുമുട്ടിയപ്പോൾ, ആങ്കേം ബർ ആയെ, കണ്ണ് നിറഞ്ഞു. ആങ്കേം ബർ ആന എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുക, അതുപോലെ ദുഃഖിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വല്ലുമ്മയെ കുറേ ദിവസം കഴിഞ്ഞ് കണ്ടുമുട്ടിയപ്പോൾ കണ്ണ് നിറഞ്ഞു, വളരെ ദുഃഖം അനുഭവപ്പെട്ടു എന്നതിനാണ് ആങ്കേം ബർ ആന എന്ന് പറയുക. ഹക്കീക്കത്ത്, അടുത്ത സെൻറ്റൻസ്, ഹക്കീക്കത്ത് സാമ്യ ആനെ പർ, യഥാർത്ഥം അടുത്തു വന്നപ്പോൾ, സത്യം അടുത്തു വന്നപ്പോൾ, വോ ബാലേം ജാങ്കിന ലഗ, ബാലേം ജാങ്കിന ലഗ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു എന്നാണ് അർത്ഥം. അതൊരു ഇഡിയമാണ്, മുഹാവറയാണ്, അല്ലെ. സത്യം അറിഞ്ഞപ്പോൾ അവൻ ലജ്ജിച്ചു. ബാലേം ജാങ്കിനെ ലഗ, ഒരൊറ്റ പ്രയോഗമാണ്. ബാലേം ജാങ്കിനെ ലഗ, ലജ്ജിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ബഹ്ലേം എന്ന് പറഞ്ഞാൽ കശ്യം എന്നൊക്കെയാണ് അർത്ഥം. ജാങ്കിന ലഗ, ജാങ്കിന എന്നൊക്കെ പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്നാണ് അർത്ഥം. ഇത് രണ്ടുമാണിയും കൂടി ചേർന്നപ്പോൾ വേറൊരു അർത്ഥം, ഒരു ഭാഷാ പ്രയോഗമാണ്. ബാലേം ജാങ്കിന ലഗ, ലജ്ജിച്ചു എന്ന അർത്ഥത്തിൽ. അടുത്തത്, ആപ്സെ മിൽക്കർ, താങ്കളെ കണ്ടുമുട്ടിയപ്പോൾ, ദിൽ ബാവ് ഹോഗയ, എന്ത് ചെയ്തു? വളരെ സന്തോഷിച്ചു, അതുപോലെ ആഹ്ലാദിച്ചു എന്നർത്ഥം. ദിൽ ബാവ് ഹോന
എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക എന്നർത്ഥം. യഥാർത്ഥത്തിൽ ബാഹ് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് അർത്ഥം. ദില്ല് എന്ന് പറഞ്ഞാൽ മനസ്സ്. ദിൽ ബാഹ് ബാഹ് ഓന എന്ന് പറഞ്ഞാൽ അതൊരു മുഹാവറ, ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം സന്തോഷിക്കുക, ആഹ്ലാദിക്കുക എന്നാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇൻ ജുംലോക്കെ ഖത്ത് ഖഷീദ അൽഫാദ്. ഈ ജുംലകളിൽ അടിവരയിട്ട സെൻറ്റൻസുകൾ. ഇപ്പോൾ ആംഗേം ബർ ആന, ആംഗേം ബർ ആന നമ്മൾ പറഞ്ഞു കണ്ണ് നിറയുക. അതുപോലെ ബാലേം ജാങ്കിന, എന്താണ് ബാലേം ജാങ്കിന എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക. ഓർ ദിൽ ബാഹ് ഹോഗയ എന്ന് പറഞ്ഞാൽ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. മയനാഹെ കെ മയനാഹെ, അതിൻ്റെ മായനയാകുന്നു. അതിൻ്റെ മായന താഴെ വിശദീകരിക്കാണ്. ആംഗേം ബർ ആന എന്നതിൻ്റെ അർത്ഥം റഞ്ജീത ഹോന. റഞ്ജീത ഹോന എന്ന് പറഞ്ഞാൽ വിഷമിക്കുക, ദുഃഖിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആംഗേം ബർ ആന, ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റഞ്ജീന ഹോന, ദുഃഖിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുപോലെ ബഹലേം ജാങ്കിന, അതിൻ്റെ അർത്ഥം ഷർമന്ത ഹോന എന്നാണ്. എന്താണ്? ലജ്ജിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുപോലെ ദിൽ ബാഹ് ഹോന എന്ന് പറഞ്ഞാൽ, ഹോഗ എന്ന് പറഞ്ഞാൽ ബഹുത്ത് ഹുഷ് ഹോന, സന്തോഷിക്കുക എന്ന അർത്ഥത്തിലാണ്. ഇതിനാണ് ഇഡിയംസ് എന്ന് പറയുക. ഇനി ആ ബോൾഡ് ചെയ്ത കറുപ്പിച്ച സ്ഥലം ഒന്ന് നോക്കൂ. ഓ അൽഫാദ്, ഈ അൽഫാദ് ജോ ഫീൽ പർ, അത് ഫീലിം മേൽ ഖത്മ ഹോത്തേ ഹെ, അവസാനിക്കുന്നു. ഓർ അപ്നെ ലോവി മായനേക്കെ ജഗ്, അതിൻ്റെ ഭാഷാപരമായ അർത്ഥത്തിൻ്റെ സ്ഥലത്ത് ദൂസര മാനാമേം, മറ്റൊരു അർത്ഥത്തിൽ ഇസ്തിമാൽ കിയാ ജാത്ത ഹെ, ഉപയോഗിക്കപ്പെടുന്നു. ഉന്നേം അവയ്ക്ക് മുഹാവറ കഹ്ത ഹെ, അതിനാണ് ഇഡിയംസ്, ഭാഷാപ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.